ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാരണം നമ്മളിത് രാവിലെ എടുക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള രാവിലത്തെ ഒരു വ്ലോഗ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആവണീസ് വ്ലോഗിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഉള്ളത്. നമ്മുടെ ചെടികളൊക്കെ നോക്കിയാൽ കേട്ടോ നല്ല രീതിയിൽ മഞ്ഞ് കണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തണുപ്പായിട്ടിരിക്കും കേട്ടോ നമ്മുടെ ചെടികളൊക്കെ. അപ്പോൾ എല്ലാവരും എന്താ എണീച്ചോ, അതുപോലെ തന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ കഴിക്കണം. അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മിറ്റടിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ എന്തായാലും നമുക്ക് നമ്മുടെ ചെടികളൊക്കെ നല്ല ഫ്രഷ്നെസ് ആയിട്ട് ഇരിക്കുന്നില്ലേ. വേറെ ഒന്നല്ല, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ മഞ്ഞൊക്കെ കൊണ്ട് രാവിലെ അല്ല, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ. നമ്മുടെ പൂക്കൾക്കൊക്കെ കാണാൻ നല്ല രസമാട്ടോ. രാവിലെ നമ്മൾ എണീച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ കണ്ട് ഒരു പ്രഭാതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിട്ട് നമുക്ക് രാവിലെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ വെയിലാണ്. ആ വെയിലുള്ളത് കൊണ്ട് നമ്മുടെ പൂക്കളൊക്കെ നല്ല രീതിയിൽ വിരിയാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കളർ വരാനൊക്കെ ഈ വെയിലുള്ളത് കൊണ്ട് നല്ലതാട്ടോ. നമ്മുടെ റോസൊക്കെ നല്ല കളർഫുൾ ആയിട്ട് നല്ല കളറിൽ നിൽക്കുവാണേ. അപ്പോൾ റോസ പൂ പോലെ തന്നെ നമുക്ക് കുറച്ച് മൊട്ടൂരി ഉണ്ട് കേട്ടോ. നാളത്തേക്കുള്ള മൊട്ടുകളാണ് അതൊക്കെ. അതുപോലെ ഈ പൂ നോക്കി നോക്കും, നല്ല വൈറ്റ് കളറല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പൂവ്. നല്ല രീതി നമുക്ക് മഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തണ്ടിൽ കൂടെയൊക്കെ. ഇത് നമുക്ക് ഒരു ചെടി മതി, ഇതിന് നിറച്ചിങ്ങനെ വട്ടം വീശി നിറച്ചുണ്ടായിക്കോളും. നമ്മൾ ഗ്രോ ബാഗിലാട്ടോ ഇപ്പോൾ നട്ടിരിക്കുന്നത്. അത്യാവശ്യം ഫുള്ളായിട്ട് വട്ടം വീശി നമുക്ക് ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പറിച്ച് നടാനൊക്കെ ഉണ്ട്. അപ്പോൾ നോക്ക്, നമ്മുടെ ആമ്പലും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ടൈം ആകുമ്പോഴത്തേനും ആമ്പൽ വിരിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരു 2 പൂ, മിനിമം ഒരു പൂ എന്തായാലും ഉണ്ടാവും. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും വിരിയാനായിട്ടൊരു മൊട്ടുകൂടി ഇട്ടിട്ടുണ്ടേ. നോക്ക്, നമ്മുടെ ആവണിക്കുട്ടി നമ്മളിവിടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ അച്ഛമ്മയുടെ മടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അവളുടെ അച്ഛമ്മ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പാപ്പൊക്കെ കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിച്ചു, കുറച്ച് അവൾ കളയും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് അവൾ ഇരിക്കുവാണേ. സ്വത്തു ഒരു ഹായ് പറഞ്ഞേ. ഹായ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആ കുട്ടി ഇതെന്ത്. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിയുടെ മുടി വെട്ടാനായോ എന്നൊക്കെ നമുക്ക് കമന്റ് വഴി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടിക്ക് നമ്മൾ 1 വയസ്സ് കഴിഞ്ഞിട്ടോ മുടി വെട്ടണം. അപ്പൊ നമുക്ക് എന്തായാലും മുടി വെട്ടാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് മുടിയൊക്കെ വെട്ടണം. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരാൻ കേട്ടോ. അപ്പൊ നമുക്ക് മിറ്റൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. നമ്മുടെ ആവണിക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ തന്നെ അവിടെ ഇവിടെ ഒക്കെ അടിച്ച് ഇനി ചെതറി കിടക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കി വെച്ച് നമുക്ക് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരാം. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോയിട്ട് വേറെ പണികൾക്ക് പോകാൻ വേണ്ടി നിന്നായിരുന്നു ഫ്രണ്ട്സ്. അപ്പോഴാണ് ഏട്ടൻ ഇപ്പൊ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞാണ് നമുക്കിത് പണിക്ക് ആളുണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ രാവിലത്തെ കഴിക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി തീ നല്ല രീതിയിൽ കത്തുണ്ട്. നമ്മൾ രാവിലെ വിറകടുപ്പിൽ തന്നെയാണ് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയത്. അപ്പം തീ കത്തുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഫുഡ് നമ്മൾ ചോറ് കൊടുക്കാനുള്ളവർക്ക് അപ്പോൾ നമുക്ക് വെള്ളം വെക്കാം കേട്ടോ. ചോറിന് വേണ്ടിയിട്ട് 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് ചോറ് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഈ അടുപ്പിന്റെ സൈഡിൽ കൂടെ കുറച്ച് സംഭവങ്ങൾ ഉണക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ ഏലക്കായ കേട്ടോ. നമ്മൾ ഇന്നലെ ഏലക്കായ പറിക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ പറിച്ച ഏലക്കായാണ്. അപ്പോൾ കുറച്ച് ഏലക്കായ കിട്ടിയായിരുന്നു നമുക്ക്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിലൊന്നും ഉണക്കാൻ കൊടുക്കില്ല. നമ്മളിങ്ങനെ എന്തായാലും വിറക് കത്തിക്കില്ല. അപ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വെക്കും. അപ്പോൾ എന്തായാലും അടുപ്പ് കത്തുമ്പോൾ നല്ല രീതിയിൽ ചൂട് നമ്മുടെ അടുപ്പിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇടുക. അപ്പോൾ ഈ സ്റ്റീൽ ഉണ്ടല്ലോ, ഈ സംഭവം നല്ല രീതിയിൽ ചുട്ട് പഴുത്തിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആട്ടോ കൊണ്ടുവയ്ക്കാറ് കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. എന്തായാലും നമ്മൾ ഈ അടുപ്പ് എന്നും കത്തിക്കും. അപ്പോൾ കൂടെ അതും ഉണങ്ങിക്കോളും. അപ്പൊ നമുക്ക് എന്തായാലും ചോറൊക്കെ പെട്ടെന്ന് ആക്കണം, ചോറും കറിയൊക്കെ. കാരണം നമുക്ക് മുൻകൂട്ടി ഒരു ഇത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ എന്തായാലും വേണമെങ്കിൽ പച്ചക്കറിക്ക് അരിഞ്ഞു വയ്ക്കാനൊക്കെ പറ്റുമല്ലോ. ഇത് പെട്ടെന്നല്ല, അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുറേ അനുഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ ശീലമായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അതെന്തായാലും നമുക്കിനി കറി വെക്കണം. അതുപോലെ തന്നെ ചോറ് എന്തായാലും അവിടെ ആവട്ടെ. വെള്ളം ചൂടാവുമ്പോൾ നമുക്ക് അരിയൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് വേറെ പരിപാടി നോക്കാം. വെള്ളം ചൂടാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒന്ന് അരിച്ച് വൃത്തിയാക്കാം. അപ്പൊ നമ്മുടെ അടിച്ചു വാരിയൊക്കെ കഴിയാനായിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ ആവണിക്കുട്ടി അമ്മയും കൂടി പാലെടുക്കാൻ പോയിട്ട് വരുന്നുണ്ടേ. എന്തായാലും പാട്ടൊക്കെ പാടിയിട്ട് നമ്മുടെ ആവണിക്കുട്ടി വരുന്നത്. ഇതെന്താ ആവണിക്കുട്ടി കയ്യില്? സ്വത്തു
ഇത് കയ്യില് പാപ്പ കൊടുത്തേ കാച്ചു തരാൻ പറ. അമ്മയ്ക്ക് തരാം. അമ്മയ്ക്ക് പാപ്പില് കൊടുത്തു. താങ്ക് യു. പാപ്പ എടുക്കാൻ പോയതാണ് നമ്മുടെ സ്വത്ത്. ആവണിക്കുട്ടി എടുത്തിട്ട് വന്ന പാലോട്ട് നമ്മളിതാ ചായ ഇടുക കേട്ടോ. നമ്മൾ കുറച്ചേരം ഇട്ട് തിളപ്പിക്കാം. അപ്പൊ നമ്മുടെ ചായയൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് നമുക്കിനി ചായ കുടിക്കാൻ പോവാം കേട്ടോ. എന്നാലും നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ഊഞ്ഞാലെടുത്തിട്ട് നല്ല ഊഞ്ഞാലാട്ടം കേട്ടോ. അപ്പൊ നമുക്ക് എന്നാലും രാവിലെ കഴിക്കാം. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവാണ്. ഉപ്മാവും ചായയുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു വാഴക്കൊല വെട്ടിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ നമ്മൾ ഉപ്മാവിനോട് പഴാട്ടോ കഴിക്കാറ്. നമ്മൾ ആ കൊല പഴുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മളിന്ന് ഉപ്മാവ് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ച് നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ കാണാം കേട്ടോ. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് വാഴക്കായ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വാഴക്കായ എടുത്തിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പോവാം. വാഴക്കയുടെ തോലൊക്കെ കളഞ്ഞ് നന്നാക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് തോരനൊക്കെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 10 മണിക്ക് ആള് വരുമ്പോഴത്തേനും കൊടുക്കാൻ കറിയൊന്നും ഇല്ലാതായ പിന്നെ പണിയൊക്കെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ശരവടേന്ന് പണി തീർക്കട്ടെ കേട്ടോ. കേട്ടോ അധികം മൂത്തിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ തോരൻ എടുക്കുമ്പോൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴേ നല്ല പിഞ്ച് വാഴയ്ക്ക് നോക്കിയിട്ട് എടുക്കാൻ നോക്കണം. അപ്പൊ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ പിഞ്ച് വാഴയ്ക്കതുകൊണ്ട് തന്നെ. നല്ല പിഞ്ച് വാഴയ്ക്കതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് അരിയാൻ പറ്റുന്നത്. മസാല നമുക്ക് കുറച്ച് മീൻ വറുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണ്. അപ്പോൾ ഇതാ മത്തി മീനാണ്. അപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ കറി വെച്ചു. ബാക്കി ഇതാ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് കഴുകി മാറ്റി വെച്ചതാണ്. രാവിലത്തെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആൾ കഴിക്കാനൊന്നും വന്നിട്ടില്ല. അതിന് മുന്നേ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് വാവേനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കുളിപ്പിക്കാൻ വെള്ളമൊക്കെ വെക്കണം. അപ്പോൾ എന്തായാലും ഫുഡ് എന്തൊക്കെയാണെന്നല്ല ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ തോരൻ, നമ്മുടെ വാഴയ്ക്ക തോരൻ അടിപൊളിയായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ ചോറ് ഇതവിടെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ. അപ്പോൾ നമ്മുടെ മത്തിമീൻ കറി ഉണ്ട്. അപ്പോൾ മത്തിമീൻ കറി റെഡി ആയിട്ടുണ്ട്. മത്തി കുറച്ച് വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് നമ്മുടെ മത്തിക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് മത്തി മീൻ കറിയും മത്തി വറുത്തതുമാണെന്ന്. നമ്മൾ പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടു. അപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ ചൂടായപ്പോൾ ആവണിക്കുട്ടീനെ കുളിപ്പിച്ചു. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കം കേട്ടോ ആള്. ഇതാ ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. കുളി കഴിഞ്ഞാൽ അവൾ ഒരു ഉറക്കം പതിവാട്ടോ. പക്ഷെ അധികം നേരം ഒന്നും ഉറങ്ങില്ല. എന്നാലും കുറച്ച് നേരം ഉറങ്ങും കേട്ടോ. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ ബാക്കി പണികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് തീർക്കും. അപ്പോൾ നല്ല സ്വത്തുമണി ഉറങ്ങട്ടെ. നമുക്ക് എന്ത് ക്യൂട്ടായിട്ടല്ലേ ബാബുക്കുട്ടി ഉറങ്ങണേ. അപ്പം ഞാനിപ്പോൾ ഇവൾക്ക് ഇങ്ങനെ ഉറങ്ങുന്ന ടൈമിലാട്ടോ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുക്കാറ് സ്വത്തിന്. അല്ലാന്നുണ്ടെങ്കിൽ അവൾ കണ്ണെഴുതാൻ ഒട്ടും സമ്മതിക്കാറില്ല കേട്ടോ. മുടി തൊടാൻ തന്നെ സമ്മതിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയിട്ട് കുലുക്കി നമുക്കൊന്നും മുടിയൊക്കെ കെട്ടി കൊടുക്കാനൊന്നും സമ്മതിക്കില്ല. മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കണ്ണിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട്. പിന്നെ അവൾക്ക് കുറച്ച് ചുരുളിമുള്ള മുടി ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ചെറിയൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ എന്തായാലും അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കട്ടെ കേട്ടോ. കൂടുതൽ എനിക്ക് അവൾക്ക് അധികം കണ്ണെഴുതി കൊടുക്കാൻ പറ്റാത്ത പറഞ്ഞാൽ അവൾ കമന്നാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ കമന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് കണ്ണെഴുതാൻ പാകത്തിന് ആൾ കിടന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും പോയിട്ട് കൺമേശയൊക്കെ എടുത്ത് വന്നിട്ട് ആൾക്കൊന്ന് എഴുതി കൊടുക്കട്ടെ. പിന്നെ നമുക്ക് ആവണിക്കുട്ടിക്ക് പതുക്കെ കണ്ണ് എഴുതി കൊടുക്കാം. പിന്നെ പതുക്കെ എഴുതി കൊടുക്കട്ടെ. അവൾ എണീച്ചാൽ നമുക്കിതൊന്നും നടക്കില്ല. അപ്പം നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഒരു പൂച്ചറക്കൊക്കെ കഴിഞ്ഞിട്ട് എണീച്ച് വന്നിരിക്കുവാണേ. എന്താ
അയ്യോ എന്തൊക്കെയോ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. എന്താ വാവ ഉറങ്ങിയോ? പൊന്നു വാവ ഉറങ്ങിയോടാ? കുറച്ച് നേരം ഉറങ്ങത്തുള്ളൂ കേട്ടോ. കുറച്ച് അധികം നേരം ഉറങ്ങി അവൾക്ക് എന്തൊക്കെയോ ആണ്. അതുകൊണ്ടാണ് അധികം നേരം ഉറങ്ങിയില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എണീച്ചൊരു കാന്താരി പെണ്ണ്. എന്താ വേണ്ടേ എന്താ വേണ്ടേ എന്ത് വേണ്ടേ? സുന്ദരി വാവ ആയിട്ടുണ്ട് ഷൂരു. അപ്പൊ ഇതാണ് നമ്മുടെ വാവക്കുട്ടിയുടെ ഫൈനൽ ഒരു ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത്. പറഞ്ഞായിരുന്നല്ലോ നമുക്ക് പണിക്ക് ആളുണ്ട് പറമ്പിൽ. അപ്പോൾ പണിക്ക് ആൾക്കാർ ചെയ്തതൊക്കെ ആട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ വാഴ നേരത്തെ വെച്ച വാഴകളാണിത്. അപ്പോൾ അതിന് മണ്ണൊക്കെ ചെത്തി കൂട്ടി ഇടുക. അതുപോലെ തന്നെ വാഴക്കായൊക്കെ കണ്ടിച്ച് ഒരുക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ അമ്മ വാഴക്കായും കണ്ടിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ മണ്ണൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മണ്ണിടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നമ്മൾ വളവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണിടുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ വാഴയ്ക്ക് കുറച്ചുകൂടി നല്ല ഉറപ്പ് വരും. അതുപോലെ തന്നെ അടിവേരൊക്കെ നല്ല രീതിയിൽ പൊട്ടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് മണ്ണൊക്കെ കൂട്ടി കൊടുക്കാറുണ്ട് കേട്ടോ വാഴയ്ക്കൊക്കെ. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇതാണ്ടോ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു മരം കണ്ടോ? ഇതാണ് നമ്മുടെ എടഞ്ഞമരാട്ടോ. ഇത് നമ്മുടെ പറമ്പിൽ ഇത് കുറേ ഉണ്ട് കേട്ടോ. ഈ മരം നല്ലൊരു മണാട്ടോ ഇതിൻ്റെ ഇലയ്ക്ക്. നമ്മൾ ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കില്ല, മറ്റേ ഈ ചക്കയപ്പം എന്നൊക്കെ പറയില്ല. അപ്പോൾ ചക്കയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ ഇലയിലാട്ടും ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ അരിപ്പൊടി മധുരത്തിനും ബെല്ലമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കില്ല. അപ്പോൾ അത് ഞങ്ങൾ ഈ ഇല ഉപയോഗിച്ചിട്ടാട്ടും ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ അടകളൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. നല്ല മണാട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഇതിൽ ഉണ്ടാക്കിയാലും ആ ഇലയുടെ ഒരു നല്ലൊരു മണം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പറമ്പൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഓരോ പണികൾ ചെയ്യല്ലോ. അപ്പോൾ കാടൊക്കെ കളഞ്ഞ് നന്നായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അമ്മയാണ്. അപ്പോൾ അമ്മയുടെ വാഴക്കൈയൊക്കെ കണ്ടിച്ച് വാഴയൊക്കെ നന്നായിട്ട് ഒരുക്കുക കേട്ടോ. ഇന്നത്തെ പണികൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനൊന്നും എന്തായാലും പറമ്പിൽ പണി ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇനി വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം നമുക്കൊന്ന് കാരണം എനിക്ക് ആളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ ചെയ്യാൻ പോകണം. അപ്പം അതിനിടയ്ക്ക് ഇന്ന് ഒരാശാൻ എൻ്റെ കാലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇവിടെ ചൊറിയുന്നതെന്ന് കരുതി നോക്കിയപ്പോഴാണ് സംഭവം അട്ടയാണ്. ഇപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ കുറേ അട്ടകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ അട്ടേനെ. പക്ഷേ ഇപ്പം എനിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ അട്ടയൊക്കെ ചെറുതായിട്ട് ചോര കുടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കിനെ എടുത്ത് കളയാം. ഇനി എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉള്ള ചോര ഫുൾ ആശാന ഊറ്റി കുടിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത്. ടാറ്റ ബൈ ബൈ, സീ യു.